ഹല്ലേലൂയ. അവര് കംപ്ലീറ്റ് ആയിട്ട് മാറിപ്പോയി. ഇൻ ആൻഡ് ഔട്ട്. അപ്പൊ പറഞ്ഞേ, ഞാൻ യേശുവിൽ പുതിയ സൃഷ്ടിയാണ്. ഉറക്കെ പറഞ്ഞേ, ഞാൻ യേശുവിൽ പുതിയ സൃഷ്ടിയാണ്. 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 പഴയതെല്ലാം മാഞ്ഞുപോയി. പഴയതെല്ലാം മാഞ്ഞുപോയി. പഴയതെല്ലാം മാഞ്ഞുപോയി. പഴയതെല്ലാം മാഞ്ഞുപോയി. പഴയതെല്ലാം മാഞ്ഞുപോയി. പഴയതെല്ലാം ഞാൻ മാഞ്ഞുപോയി. പുതിയ സൃഷ്ടിയാണ്. ഞാൻ പുതിയ സൃഷ്ടിയാണ്. അപ്പോസ്തലനായ പൗലോസ് എഫേസോസ് എന്ന പട്ടണത്തിൽ ചെന്ന് ശുശ്രൂഷ ആരംഭിച്ചു. അങ്ങനെ കുറെ പേരോട് ചോദിച്ചു, നിങ്ങൾ പരിശുദ്ധാത്മാവിനെ അറിയാമോ? ഞങ്ങൾക്ക് പരിശുദ്ധാത്മാവിനെ അറിയത്തില്ല എന്ന് പറഞ്ഞു. യേശുവിനെ അറിയാം, പരിശുദ്ധാത്മാവിനെ അറിയത്തില്ല. അപ്പോൾ അദ്ദേഹം ശുശ്രൂഷയുടെ സമയത്ത് ജനങ്ങളുടെ മേൽ കൈ വെച്ച് പ്രാർത്ഥിച്ചു. അപ്പോൾ അവരുടെ മേൽ പരിശുദ്ധാത്മാവ് വന്നു. അവർ പുതുഭാഷകളിൽ സംസാരിച്ചു. ഹല്ലേലൂയ. അവർ പ്രവചിച്ചു. അദ്ദേഹം പറഞ്ഞു, പുതിയ ഭാഷകൾ വന്നപ്പോൾ അവർ പ്രവചിച്ചു. അവർക്ക് 2 ഗിഫ്റ്റാണ് അവിടെ ദൈവം കൊടുത്തത്, 2 വരങ്ങൾ. അഭിഷേകം, ശക്തി വന്നപ്പോൾ അവർ ഭാഷാവൃത്തിൽ പ്രാർത്ഥിക്കുകയും ഭാഷാവൃത്തിൽ ദൈവത്തെ സ്തുതിക്കുകയും അതോടൊപ്പം പ്രൊഫസി, പ്രവചനത്തിന്റെ ഗിഫ്റ്റ് കിട്ടുകയും ചെയ്തു. അത് ആത്മീയപരമായിട്ടാണ്. എൻ്റെ അടുത്ത് കുറെ വർഷങ്ങൾക്ക് മുമ്പ് ഒരു എഞ്ചിനീയർ വന്നു. അദ്ദേഹം പറഞ്ഞു, എനിക്കാണെങ്കിൽ ഒരിടത്തും ജോലി കിട്ടുന്നില്ല, ഒരു ലക്ഷ്യമില്ല. ഞാൻ പറഞ്ഞു, ഒരു കാര്യം, ഞാൻ പ്രാർത്ഥിക്കാം. ഞങ്ങളൊരു ശുശ്രൂഷ ഉണ്ടായിരുന്നു, ആ സമയത്ത് വന്ന് പ്രാർത്ഥിച്ചു. പുള്ളിയുടെ ലെവല് മാറി. പുള്ളി സിവിൽ എഞ്ചിനീയർ, പുള്ളിയുടെ ലെവല് മാറി. വരയ്ക്കുമ്പോൾ കൈ വരയ്ക്കുമായിരുന്നു. ഇപ്പോൾ അതിമനോഹരമായ ബിൽഡിങ്ങുകൾ അദ്ദേഹം സൃഷ്ടിച്ചു കൊടുക്കുക. ഹല്ലേലൂയ. അപ്പൊ നിങ്ങളെ മാറ്റാൻ നിങ്ങളുടെ പ്രൊഫഷൻ ഏതാണ്? നീ ഒരു എഞ്ചിനീയറാണോ? നീ ഒരു ഡോക്ടറാണോ? നീ ഒരു പ്രൊഫസറാണോ? അല്ലെങ്കിൽ സ്കൂൾ ടീച്ചറാണോ? നീ ഒരു എന്താ വേറെ ജോലിക്കാണോ? ടെക്നീഷ്യനാണോ? അങ്ങനെ ഏത് ജോലിയിലും അതിൽ ഉയർച്ച കണ്ടില്ലെങ്കിൽ നിന്റെ അഭിഷേകത്തിന്റെ ശക്തി വന്നാൽ അവൻ ഉയർച്ച തന്നെ പ്രാപിക്കും. അവൻ ഉയർച്ച തന്നെ പ്രാപിക്കും. ഹല്ലേലൂയ. അത് പരിശുദ്ധാത്മാവിന്റെ ശക്തി അവനെ ലിഫ്റ്റ് ചെയ്യും അടുത്ത ലെവലിലേക്ക്. അതാണ് നമുക്ക് ആവശ്യം. ഹല്ലേലൂയ. ചിലർ പറയാറുണ്ട്, ധ്യാനത്തിന് വരുമ്പോൾ ഭയങ്കര താല്പര്യം ആരാധിക്കാനൊക്കെ, പക്ഷെ വീട്ടിൽ ചെല്ലുമ്പോൾ എല്ലാം ഒലിച്ചു പോയല്ലോ. നിങ്ങൾ ഫീലിങ്സ് അല്ല നിങ്ങൾ വിശ്വസിക്കേണ്ടത്, കാണാതെ വിശ്വസിക്കാൻ ഭാഗ്യവാൻ.